ഹലോ ഗൈസ്, അപ്പം നമ്മളെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പം നമ്മളെ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഗൈസ്, അപ്പം ഞാൻ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടിന്റെ കളക്ഷൻ ആണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന. ഗൈസ്, അപ്പം ഫസ്റ്റ് ഞാൻ പറയുന്നത് എന്റെ അക്കൗണ്ട് അല്ല, എന്റെ ഫ്രണ്ടിന്റെ അക്കൗണ്ടാണ്. കാരണം തക്കാലത്തേക്ക് ഞാൻ ഇപ്പൊ ഈ അക്കൗണ്ടിലാണ് കളിക്കുന്നത്. എന്റെ അക്കൗണ്ട് വലിയ കളക്ഷൻസ് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ ഈ അക്കൗണ്ടിലാണ് ഇപ്പൊ ഞാൻ തക്കാലത്തേക്ക് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെ സ്കിന്നുണ്ട്, എന്തൊക്കെ സ്കിന്നുണ്ട് എന്നൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. ഗൈസ്, അപ്പം കുറെ നാളായിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും ഇരുന്നില്ല. ഇരുന്നില്ല എന്നല്ല, വല്ലപ്പോഴും ഒക്കെ ഇരുന്നുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പൊ വീഡിയോ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇടാന്ന് വെച്ചു. ഓക്കെ, അപ്പോൾ ഈ അക്കൗണ്ടിലുള്ള കളക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഇടാം. ഓക്കെ, നമുക്ക് ഇനി ഫസ്റ്റ് നമുക്ക് തുടങ്ങാവുന്ന എവിടെ നിന്നാന്ന് വെച്ചാൽ ഗൈസ്, നമുക്ക് വാഴ്ത്തിന്ന് തുടങ്ങാം. ഓക്കെ, വാഴ്ത്തിന്ന് തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നമുക്ക് വാഴ്ത്തി പോകാം ഗൈസ്. അപ്പം ഫസ്റ്റ് ഇനി കിടക്കുന്ന നമ്മുടെ സൗൾ ബണ്ടിലിന്റെ ആ ഒരു ഇതെങ്ങനെ എടുക്കുക. ഓക്കെ, സൗൾ ബണ്ടിലുണ്ട് ഗൈസ്. അപ്പം അക്കൗണ്ടിൽ ഫസ്റ്റ് സൗൾ ബണ്ടിലാണ് ഗൈസ്. എനിക്ക് ഈ ഒരു ഹെയർ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഹെയർ ആണ്. ഞാൻ കുറെ ഏത് അക്കൗണ്ട് എടുത്താലും അക്കൗണ്ട് ഈ ഹെയർ വേണമെന്നുള്ളൊരു ആളാണ്. അപ്പം ഈ അക്കൗണ്ട് അല്ലെങ്കിൽ മറ്റേ അയൺ ബ്ലേഡ് ഉണ്ടല്ലോ, നമ്മുടെ ബ്ലാക്ക് ഉണ്ടല്ലോ, ആ ഒരു ഹെയർ ഉള്ള അക്കൗണ്ടാണ് എനിക്ക് ഇഷ്ടം. പിന്നെ ഗൈസ്, അപ്പം ഇതുണ്ട് നമ്മുടെ സൗൾ ബണ്ടിൽ. പിന്നെ നമ്മുടെ കോബ്രയുടെ ഒരു ബണ്ടിൽ കിടപ്പുണ്ട്. സോ കോബ്രയുടെ ഒരു ബണ്ടിലത്തെ ഈ ഹെയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല, പക്ഷേ ഈ ഹെയർ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഉള്ളത് ഇത് ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടാ. ഇത് എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്കേണ്ട ഒന്നാമെന്ന് തോന്നുന്നു, കേട്ടിട്ടില്ല. പിന്നെ ഈ ഒരു ബണ്ടിൽ പഴയ ബണ്ടിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ എന്തോ ലേറ്റ് ആയിരുന്നു അന്നത്തെ അക്കൗണ്ട് ഞാൻ എടുത്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബണ്ടിൽ ഇതിനകത്തുണ്ട്. പിന്നെ ഇത് പണ്ടത്തെ ഒരു ഇതാണ്. ഈ ഒരു ഹെയർ കുറെ പേര് പണ്ടൊക്കെ ഇട്ടുകൊണ്ട് കളിച്ചോണ്ടിരിക്കുന്ന ഹെയർ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബണ്ടിലുണ്ട്. പിന്നെ ഇതിന്റെ ഒരു ഇതിന്റെ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡ്രസ്സ്. ഇത് ഏതോ ഒരു പണ്ടത്തെ ലൈറ്റ് ആണ്. ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പം ഇത് ഒരു പണ്ടത്തെ ലൈറ്റ് ബണ്ടിലാണ്. ഓക്കെ, സോ പിന്നെ ഓക്കെ, ഇതിന്റെ ഒരു ബണ്ടിലാണ്. ഇതിന്റെ ഹെയർ അത്ര ഉള്ളതാ, ഹെയർ അല്ലല്ലോ, തൊപ്പി അത്ര ഉള്ളു. ഇതപ്പം പിന്നെ ഈ ഒരു ഇത് ബണ്ടിലല്ല കേട്ടാ, ഇത് ഹെയർ ആണ്. സോ ഇതിന് ബണ്ടിലുണ്ട്. ഓക്കെ, ഇതിന് ബണ്ടിലുണ്ട്. പിന്നെ ഫ്രീ ആണ്, നോക്കേണ്ട കാര്യമില്ല. നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെ നോക്കുന്നുള്ളൂ. പിന്നെ ഇത് എലൈറ്റ് ആണെന്ന് തോന്നുന്നു. ഇത് എലൈറ്റ് ആണെന്ന് തോന്നുന്നു. യെസ്, ഇത് എലൈറ്റ് ആണ്. ഇത് ഏതാടാ, ഇത് എലൈറ്റ് ആണോ? ഇത് എലൈറ്റ് ആണ്. സോ ഗൈസ്, അപ്പൊ ഗൈസ് പിന്നെയുള്ള ഈ ഒരു ബണ്ടിലാണ്. ഈ ഒരു ബണ്ടിൽ ഏതാടാ, ഇതേതാ, ഇതെനിക്ക് തോന്നുന്നു ഇത് എലൈറ്റ് ആണെന്ന് തോന്നുന്നു. ഈ ബണ്ടില് ഈ ബണ്ടിലിന്റെ എവിടെ? ഓക്കെ, അപ്പൊ ഈ ബണ്ടിലിന്റെ ഈ ഒരു ഇതില്ലേ, നമ്മുടെ ഒരു ഹെയറും, അയ്യോ ഇതല്ലല്ലോ, എവിടെ ഈ ബണ്ടിലിന്റെ ഈ ഹെയറും ഡ്രസ്സും ഭയങ്കര എനിക്ക് ഇഷ്ടമാണ് കേട്ടാ. പണ്ട് കുറെ പേര് ഇട്ടോണ്ടെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതൊക്കെ ഇട്ടൊന്നും നടക്കണം. അപ്പൊ ഇപ്പൊ ഞാനത് സാധിച്ചത്. സോ വേറെ കിഡിലായിട്ടുള്ള വേറെ ഒന്നുമില്ല. ബാക്കിയൊക്കെ സാധാരണ ലൈറ്റുകളാണ്. നമ്മുടെ സാധാരണയൊക്കെയുള്ള എല്ലാ അക്കൗണ്ടുകളുള്ള ലൈറ്റ് ബണ്ടിൽസ് ആണ്. ലൈറ്റും ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ബണ്ടിൽസ് ആണ്. വേറെ റയറായിട്ട് അക്കൗണ്ടിൽ എനിക്കൊന്നും ഒന്നുമില്ല. പിന്നെ ഈ ഒരു ഇതുണ്ടല്ലോ, അതെ, ഈ ഒരു ബണ്ടിലുണ്ട് കേട്ടാ. ഇതിന്റെ ഹെയറും കിട്ടിയിട്ടുണ്ട്. പണ്ട് വെച്ചാൽ ആഷിഖ് ബീബി ഒക്കെ ഇട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരു ഹെയറാണ് എനിക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ ഈ ഒരു ബണ്ടിലുണ്ട്. പിന്നെ വേറെ ഒരു ബണ്ടിലുണ്ടല്ലോടാ. ഈ ഒരു മുടിയൊക്കെ ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര ഫേമസ് ആയിരുന്നു പണ്ട്. ഇപ്പോഴേക്ക് ഇതൊക്കെ ചവറാന്നൊക്കെ ആയി. ഓക്കെ, പിന്നെ വേറൊരു ഹെയർ ഉണ്ടായിരുന്നല്ലോടാ. എവിടെ അത് കാണുന്നില്ല കേട്ടാ. അതെ, ഈ ഒരു ബണ്ടിൽ. ഇതിന്റെ ഹെയറും ഈ ഡ്രസ്സും പണ്ട് കുറെ പേര് അടച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി മാസ്കിലേക്ക് വരാം. പിന്നെ ഈ ഒരു ബണ്ടിൽ എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇതിന്റെ ബോഡി കുറെ പേര് പ്രോപ്പറായിട്ടുള്ള ആളുകൾ ഈ ഒരു ഇതും വയ്ക്കും. എന്താണ് ഈ ഒരു ഇതുണ്ടല്ലോ, ഇതിന്റെ ഒരു ഹെഡ് വയ്ക്കും. ബോഡി കുറെ പേര് കളിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരുടെയും കയ്യിലുള്ള നമ്മുടെ ഓൾഡ് മാസ്ക്, മെയിൻ മാസ്ക് അത് തന്നെയാണ്. ഇത് പണ്ട് ഭയങ്കര ഫേമസ് ആണ്, ഇപ്പോഴും ഭയങ്കര ഫേമസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ സംബന്ധം ഈ മീശന്റെ അടിയുണ്ട്. പിന്നെ ഒരു മാസ്ക് ഉണ്ട്. പിന്നെ ഈ ഒരു മാസ്ക് ഉണ്ട്. ഇത് ഏതാടാ, ഇത് ഏതിൻ്റെ ആയിരുന്നു? ഇത് ഞാൻ കാണിച്ചില്ലെന്ന് തോന്നുന്നു. ഈ ഒരു കണ്ടിട്ടുണ്ട് കേട്ടാ, മാക്സ് എന്ന് പറയുന്നത് കൊള്ളാല. ഇത് ലൈറ്റ് ആണോ എന്ന് സംശയമുണ്ട്. ലൈറ്റ് ആണ്, അറിയില്ല. ഈ ഒരു ഇതുണ്ട്. മാസ്കിനകത്ത് പിന്നെ വലിയ കളക്ഷൻസ് ഒന്നും പറയാൻ ഇല്ല. 2 മാസ്ക് എന്തോ ഉള്ളൂ. ഒരു മാസ്ക് കാണുന്നില്ല. ഓക്കെ,
സോ ഡ്രസ്സിലേക്ക് വന്നാൽ ഗൈസ് നമ്മുടെ ബ്ലാക്ക് ടീഷർട്ട് ഉണ്ട് ഇതിനകത്ത്. വലിയ ഇതില്ലാത്തൊരു വിലയില്ലാത്തൊരു ഒരു ഇതായി മാറി, ഷർട്ടായി മാറിയിട്ടുണ്ട് ബ്ലാക്ക് ടീഷർട്ടൊക്കെ. വേറെ ഒന്ന് ഷർട്ടിനകത്ത് വേറെ ഒന്നുമില്ല ഗൈസ്, വേറെ ഒന്നുമില്ല. പിന്നെ നമ്മുടെ ഈ ഇതിനകത്ത് വന്നാൽ ഗൈസ് നമ്മുടെ ഇതാണല്ലേ, ഇത് ഫ്രീ ആണോ ഈ സാധനം? ഇത് എന്റെ ഈ അക്കൗണ്ടിൽ കിടക്കുന്ന ഇതാണ് കണ്ടത് ഗൈസ്. അപ്പം ഇത് ഫ്രീ ആണെന്ന് തോന്നുന്നത്. ഫ്രീ ആണോ എനിക്ക് അറിയത്തില്ല, ഇത് ഞാനല്ലേ എടുത്തേ, ഇത് അവനാണോ അറിയാം. പിന്നെ ഈ ഒരു 3 ബണ്ടിൽസ് ഉണ്ട്. ഗൈസ് നമ്മളെ ഇമോട്ടിലേക്ക് വന്നാല് ഗൈസ് ഇമോട്ടിലേക്ക് വന്നാൽ അത്യാവശ്യം ഇതിലെ ഇമോട്ടും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഓക്കെ, മാക്സ് ആയിട്ടുള്ള ഇമോട്സും കാര്യങ്ങളൊന്നുമില്ല. കോവർ ഇമോട്സ്, വൺ പഞ്ച് മാൻ, പിന്നെ നമ്മളെ ഇത്ര ഹവേസിനൊക്കെയുള്ള ഹീറോയിക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളത്. വേറെ കിബിലായിട്ട് അറിയാമൊന്നുമില്ല ഗൈസ്, വലിയ കിബിലായിട്ട് അറിയാം അക്കൗണ്ടി വേറെ ഒന്നുമില്ല. ഓക്കെ, സോ ഇമോട്സ് ഒക്കെ കുറവാണ്. പിന്നെ ഈ ഒരു ആനിമേഷൻ ഉണ്ട്, ഈ ഒരു ആനിമേഷനും ഉണ്ട്. ഇതാണ് നമ്മളെ ആനിമേഷൻ. ഓക്കെ, എനിക്ക് ഈ ആനിമേഷനാണ് ഇഷ്ടം, ഈ ഒരു മേഘത്തിന്റെ മണ്ടയിൽ വരുന്നത്. പിന്നെ ഓക്കെ, പിന്നെ വേറെ ഇത് ആനിമേഷൻ. ഓക്കെ, സോ പിന്നെ ബാക്സിൽ പിന്നെ ഫയറായിട്ടൊന്നുമില്ല, ഇതൊന്നുമില്ല. പിന്നെ നമുക്ക് ഇറങ്ങാൻ വേണ്ടി താഴെ ഇറങ്ങത്തില്ല ഈ ഒരു സ്കൈവിങ്ങോ ആ സാധനം, അപ്പൊ അത് ജോയിസ്റ്റ് ഇങ്ങനെ അടപ്പുണ്ട്, ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പോകാൻ നല്ല രസമാണ്. ഓക്കെ, വേറെ ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ഓക്കെ, സോ പിന്നെ നമ്മുടെ വെഹിക്കിൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ ഒരു വെഹിക്കിളാണ്. നമ്മുടെ ഈ കാറിന്റെ പേരൊക്കെ ഞാൻ മാറുന്നു കേട്ടാ, സ്പോർട്സ് കാറാണ് അതിന്. ഓക്കെ, സ്പോർട്സ് കാർ. അപ്പം ഈ ഒരു കാറിൻ്റെത് അത്യാവശ്യം സ്കിന്നുണ്ട്. ഓക്കെ, ഈ ഒരു സ്കിന്നൊക്കെ ഉണ്ട് കേട്ടാ, ഈ സ്കിന്നുണ്ട്, മണി ഈസ്റ്റ് ഉണ്ട്, മെക്ലാരനുണ്ട്, കോബ്രയുടെ സ്കിന്നുണ്ട്. പക്ഷെ എന്തൊക്കെ വന്നാലും എനിക്ക് ഈ ഒരു സ്കിൻ എനിക്ക് ഇഷ്ടമുള്ള സ്കിന്നാട്ടാ, ഒരു റിച്ച് ലുക്ക് ഉണ്ട്. ഓക്കെ, പിന്നെ ബൈക്സിലേക്ക് വരികയാണെങ്കിൽ കോബ്ര ഉണ്ട്, ഇതിന്റെ ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല, അപ്പൊ കാലത്തേക്ക് ഇത് അടക്കുക. അപ്പൊ ഇത്ര സ്കിന്നുകൾ ബൈക്കിൽ. പിന്നെ ഈ ഒരു വെഹിക്കിളിനകത്ത് പിന്നെ പറയേണ്ടതില്ല, ഇത് മാത്രമേ ഉള്ളൂ. ബന്ധപ്പെട്ട് ഇറങ്ങിയ ബോയറയാണ്. ഓക്കെ, 2021 ചേട്ടാ. പിന്നെ ഈ കാർ സ്കിന്നുകള്, പിന്നെ ഈ ഒരു നമ്മുടെ പിക്കപ്പ്, പിന്നെ ജീപ്പിൻ്റെത് വലിയ സ്കിന്നുകളും കാര്യങ്ങളൊന്നുമില്ല, ഇതും നോർമലാണ്. ഓട്ടോറിക്ഷയുടെയും വിറയ്ക്കലൊന്നുമില്ല, നോർമലാണ്. പിന്നെ നമുക്ക് നോക്കേണ്ടതാണ് ഗൺ കളക്ഷൻസ്. അപ്പോൾ ഗൺ കളക്ഷൻസ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. അവിടെ 4A1 തുടങ്ങാം. ഓക്കെ, 4A1 വലിയ സ്കിൻസ് ഒന്നുമില്ല, കുറച്ച് സ്കിന്നുകളേ ഉള്ളൂ. പിന്നെ നമ്മുടെ AK-47 ഗൈസ്, AK-47 ഈ സ്കിൻ ഇറക്കുന്നുണ്ട് കേട്ടാ. നമ്മുടെ മാക്സ് ഉണ്ട്. പിന്നെ ഇത് മറ്റേ ഇൻക്യുബേറ്ററാണ്, പഴയ ഇൻക്യുബേറ്റർ. പിന്നെ മറ്റേ സ്കിൻ ഇടപ്പുണ്ടായില്ലടാ അപ്പ, അത് കാണുന്നില്ലല്ലോ. അത് ഞാൻ തല്ലായിരുന്നു. ഓക്കെ, അത് ഞാൻ തല്ല. വേറെ സ്കിൻ ഇടപ്പുണ്ടായിരുന്നില്ല, അത് കാണുന്നില്ല ഗൈസ്. അപ്പം ആ സ്കിന്നില്ല, അപ്പൊ ഗൈസ് ആ ഒരു സ്കിന്നില്ല. അപ്പം മാക്സ് ഉണ്ട്. പിന്നെ ഇവിടെ സ്കാറിലേക്ക് വന്നോ ഗൈസ്, നമ്മുടെ സ്കാർ ഇവോ സ്കാർ, എന്താ ഇതിന് പറയാ, ആൽഫ സ്കാർ. ഓക്കെ, അതാണെന്ന് തോന്നുന്നത്, പേരൊന്നും വലിയ പിടിയില്ല സ്കിന്നെ കുറിച്ചൊന്നും. അപ്പൊ അത് 3 ലെവലാണ്. നമ്മളെ AK ലെവൽ 5 ആണെങ്കിൽ നമ്മുടെ സ്കാർ ലെവൽ 3 ആണ്. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ് ഇതിനകത്ത്. പിന്നെ നമ്മുടെ ജോസയിലും വലിയ കിട്ടുന്ന സ്കിന്നുകളൊന്നുമില്ല, നോർമൽ. ഓക്കെ, സോ ഇത് നമ്മുടെ ഫാമസിന് വേറെ സ്കിന്നുകളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എക്സവൈറ്റിലേക്ക് വന്ന എക്സവൈറ്റിനകത്തും നമ്മുടെ ഒരു ഇവോ എക്സവൈറ്റ് കിടപ്പുണ്ട്. ഇത് ഇവോ എന്ന് തന്നെയാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നത്, എനിക്ക് അറിയത്തില്ല ഗീസ്, അറിയാതെ കമന്റ് ചെയ്യും. ഓക്കെ, ഓരോ കൺസിനും ഞാൻ ഇങ്ങനെ ഇവോ എന്ന് പഠിച്ചു വെച്ചെങ്ങനെയായി ഗീസ്. അപ്പം ഇവോടെ ഒരു ലെവൽ 3 എക്സവൈറ്റ് കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ ഇൻക്യുബേറ്റർ A94. ഓക്കെ, ആ ഒരു സ്കിന്നും കിടപ്പുണ്ട്, ഇൻക്യുബേറ്റർ. പിന്നെ ഇതിനകത്ത് പ്ലാസ്മയുടെ സ്കിന്നൊന്നുമില്ല, വേറെ ഇതിലൊന്നുമില്ല ഗൈസ്. പിന്നെ ഈ ഒരു പലാസലിന്റെ ഒരു ഇൻക്യുബേറ്റർ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല, ആണെന്ന് തോന്നുന്നത്. ഐ ഡോണ്ട് നോ ഗൈസ്, ഇത് ഇൻക്യുബേറ്റർ ആണോ ഇല്ലയോ നിങ്ങൾ കമന്റ് ചെയ്യട്ടാ. പിന്നെ ഈ ഒരു കിങ് ഫിഷറിന്റെ ഒരു കിടപ്പുണ്ട്, സ്കിന്നുകൾ കിടപ്പുണ്ട്. അതിനകത്ത് വലിയ സ്കിന്നുകളൊന്നുമില്ല. ഈ സ്കിന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ, ഇതൊക്കെ ഞാൻ ഇപ്പൊ ഈ ഇടയ്ക്ക് വന്നപ്പോഴേ ഇതൊക്കെ കാണുന്നതന്നെ. പിന്നെ ഇൻവെൻഫോറിനൊന്നുമില്ല, എസ്കേസിനൊന്നുമില്ല, എക്സ്പീഡിയസിനൊന്നുമില്ല, വിട്ടെറിഞ്ഞ സ്കിന്നുകൾ ഒന്നുമില്ല, ജസ്റ്റ് നോർമൽ സ്കിന്നുകളാണെല്ലാം. പ്രത്യേകിച്ച് ഇതിലെ സ്കിന്നുകളൊന്നുമില്ല. ഓക്കെ, ഇതൊന്നുമില്ല. പിന്നെ ഇതിലൊന്നുമില്ല, ഇതിലൊക്കെ കുറവാണ്, കുറച്ച് സ്കിന്നുകളൊക്കെ ഉള്ളു ഇതൊക്കെ. പിന്നെ ഈ MP4 വരികയാണെങ്കിൽ ഇവിടെ
സാധാ ആർട്ട് ഓഫ് വാറിന്റെ ഒരു സ്കിൻ കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ ഇൻക്യുബേറ്റർ പേപ്പർ കട്ട് എന്ന് പറഞ്ഞൊരു ഇൻക്യുബേറ്ററിന്റെ ഒരു കിടപ്പുണ്ട്. ഈ സെഷൻ ID യൂസ് ചെയ്യുക. കാരണം ഇതിനകത്ത് എന്താണ് എന്തോ ഒരു ഡാമേജ് ആണെന്ന് കുറവ്. ഓക്കെ, പക്ഷെ ഇതിനകത്ത് ഡാമേജ് ഇച്ചിരി ഉണ്ട്. ഇതിനകത്ത് ഡാമേജ് രണ്ടും ഒന്ന് തന്നെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടം. എനിക്ക് തോന്നുന്നു മാഗസിൻ കൂടുതലാണ് എന്നിട്ട്. അപ്പം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ MB5ന്റെ വലിയ സ്കിന്നൊന്നുമില്ല, കുറച്ച് സ്കിന്നുകളേ ഉള്ളൂ. അത് സാധാരണ സ്കിന്നാണ്. ഓക്കെ, പിന്നെ VSS 3 സ്കിന്നോ 4 സ്കിന്നോ 3 സ്കിന്നേ ഉള്ളൂ. ഓക്കെ, 4 സ്കിന്നേ ഉള്ളൂ. 4 3 സ്കിന്നേ ഉള്ളൂ. പിന്നെ MB40 വരികയാണെങ്കിൽ നമ്മുടെ MB40 എനിക്ക് ഈ അക്കൗണ്ട് ഇഷ്ടം. ഈ MB40 ലെവൽ 6 ആണ്. കോബ്ര ആണ്. ഇതാണ് ഇപ്പൊ എന്റെ കയ്യിലുള്ളത്. പിന്നെ നമ്മുടെ അതിനകത്ത് ബന്നി ഉണ്ട്. ബന്നി ഞാൻ ഇപ്പൊ എല്ലാവരുടെയും കയ്യിലുള്ള സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ P90, പിന്നെ ഇതിനൊന്നും സ്കിന്നില്ല. പിന്നെ നമ്മുടെ തോംസൺ എനിക്ക് പേരൊക്കെ മറന്നു തോന്നി, കുറെ നാളായി കളിച്ചു. അപ്പം പിന്നെ വെക്ടർ ഉണ്ട്, മാക്ടൺ ഉണ്ട്. അതുകൊണ്ട് സ്കിന്നാ. ഓക്കെ, ഇത് ഓക്കെ. പിന്നെ ഇത് ബിസ്റ്റൺ എന്ന് പറഞ്ഞ സ്കിന്നുണ്ട്. ഒരു ഗണ്ണാണ്. എന്നും സ്കിന്നറാണ്. ഈ സ്കിന്നിലേക്ക് പോയി കുറച്ച് പാടാന്ന് പറയാനൊക്കെ. ബേസ് നമ്മളെ ഷോർട്ട് ഗൺസിലേക്ക് വന്നാല് നമ്മുടെ M10 നമ്മുടെ ലെവൽ 4 ഗ്രീൻ ഫ്ലെയിം റാഗോ എന്ന് പറയുന്ന ഒരു സ്കിന്നുണ്ട്. ലെവൽ 3 ലെവൽ 4 ആണ്. ഓക്കെ, പിന്നെ നമ്മുടെ സ്പാസ് ഉണ്ട്. സ്പാസിനും സ്കിന്നാണ്. വേറെ സ്കിൻസ് ഒന്നുമില്ല. MATക്ക് വന്ന കേസ് 2 സ്കിന്നാണ്. ഓക്കെ, അപ്പം ഇതിലേക്ക് വന്നാൽ നമ്മുടെ വിന്റർലാൻഡ് 2020 സ്കിന്നുണ്ട്, കിടപ്പുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ സാധാ സ്കിന്നാണ്. ഓക്കെ, മാഗിലും ആകെ 4-5 സ്കിന്ന്, 1 2 3 കുറച്ച് സ്കിൻസ് ഉണ്ട്. അപ്പം അതൊന്നും വലുതായിട്ട് സ്കിൻസും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ സ്നൈപ്പറിലേക്ക് വന്ന ഈ ഒരു സ്കിൻ കിടപ്പുണ്ട്. ഈ സ്കിന്നിന്റെ പേരൊന്നും അറിയത്തില്ല. ടൈറ്റാനിയം ബാരിയേഴ്സ് വാർഹോൺ അങ്ങനെ പറഞ്ഞ ഒരു സ്കിന്നാണ്. ഇതിപ്പം ഇത് ഇൻക്യുബേറ്റർ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ഇൻക്യുബേറ്റർ ആണോ എന്ന് കമന്റ് ചെയ്യട്ടാ. പിന്നെ ഇവിടെ കാർനൈൻറ്റി കിടപ്പുണ്ട്. കാർനൈൻറ്റിയുടെ സ്കിൻസ് കിടപ്പുണ്ട്. പിന്നെ ഇവിടെ M24 ഇതൊന്നും എനിക്ക് അറിയത്തില്ല. ഇതൊക്കെ ഇപ്പോൾ വന്നപ്പോൾ കാണുന്ന സ്കിന്നുകളാണ്. ഇതും ഈ ഒരു സ്കിന്നൊന്നും ഈ ഒരു ഗണ്ണും ഈ സ്കിന്നൊക്കെ എനിക്ക് അറിയത്തില്ല. ഞാൻ എന്തെങ്കിലും ഇല്ലായിരുന്നു. ഡെസേർട്ട് ഒരു 3 സ്കിൻ കിടപ്പുണ്ട്. പിന്നെ ഇവിടെ G80 ഇത് പറഞ്ഞ ഇതിന്റെ 4 സ്കിൻ കിടപ്പുണ്ട്. പിന്നെ ഇത് 2 കിടപ്പുണ്ട്. ഇവിടെ ഇതൊക്കെ മണ്ടുള്ളതുണ്ട്. പിന്നെ നമ്മുടെ M500. അപ്പോൾ അത് M500 അതപ്പുണ്ട്. അത് കുറച്ച് ഇനിയുണ്ട്. USB അങ്ങനെ കുറച്ച് ഇതിന് സ്കിന്നുണ്ട് ഏട്ടാ. ഇത് നമ്മുടെ മാക്സ് സൈഫറോ എന്ത് പറയുന്ന സ്കിന്നാണ് ഏട്ടാ. പിന്നെ ഹീലിങ്സിനൊന്നും സ്കിന്നില്ല. സ്കിന്നില്ല. മീൽസിലേക്ക് വന്ന കേസ് നമ്മുടെ ഫാന് പിന്നെ കുറെ സ്കിന്നുണ്ട്. എനിക്ക് എന്നൊക്കെ വന്നാൽ ഈ ഒരു വാട്ടർ മില്ലന്റെ ഒരു ഇതാണ് എനിക്ക് ഇഷ്ടം. പന്തിന്റെ അക്കൗണ്ട് ആയിരുന്നപ്പം ഇതായിരുന്നു മെയിനായിട്ട് അതിനകത്തുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ മറ്റേ കത്തി ഫലാങ്ക് അപ്പൊ അതിനകത്തിന്റെ ഒരു ബ്ലേഡ് ഓഫ് ഗ്ലോറി എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് കിടപ്പുണ്ട്. കുറച്ച് സ്കിന്നുകൾ കിടപ്പുണ്ട്, വലുതായിട്ടൊന്നുമില്ല. പിന്നെ ബാറ്റിനകത്ത് കുറച്ച് സ്കിന്നുകൾ കിടപ്പുണ്ട്. ബാറ്റിനകത്ത് കുറച്ച് സ്കിന്നുകൾ കിടപ്പുണ്ട്. പിന്നെ കട്ടാനയിലേക്ക് വന്നാല് കുറച്ച് സ്കിന്നുണ്ട്. 1 2 3 4 5 6 ബാക്കിയൊക്കെ നോർമലാണ്. ബാക്കിയൊക്കെ നോർമൽ സ്കിൻസ് ആണ്. പക്ഷേ എനിക്ക് എപ്പോഴും എൻ്റെ ഫേവറേറ്റ് അറിയുന്നത് ഇവിടെ ഈ ഒരു സ്കിന്നാണ് കേട്ടാ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കിന്ന്. ബാക്കിയൊന്നും എനിക്ക് വലിയ വിലയില്ല. കാരണം പണ്ട് ഇതിനൊക്കെ വേറെ സ്കിൻ ഉണ്ടായിരുന്നു. അപ്പം അത് എടുത്തുകൊണ്ട് ഇങ്ങനെ ഓടുമായിരുന്നു. അപ്പം നല്ല രസമായിരുന്നു. പക്ഷെ ഇതിപ്പോ ബാക്കി വെച്ച് ഓടുമ്പം വലിയ സുഖമില്ല. ഓക്കെ, പിന്നെ ഈ ഒരു സാധനമുണ്ട്. ഈ സ്കിന്നുണ്ട്, നൈഫുണ്ട്. പിന്നെ ഫിസ്റ്റിലേക്ക് വെച്ചാണെങ്കിൽ കോബ്രയുടെ ഫിസ്റ്റേ ഉള്ളൂ. പക്ഷെ എനിക്ക് വേറെ ഫിസ്റ്റാണ് ആവശ്യം. പക്ഷെ ആ ഫിസ്റ്റ് ഇതിനകത്ത് ഇല്ലായിരുന്നു. പിന്നെ ഗ്ലൂവാളിലേക്ക് വന്നാൽ ഒരുവിധം കുറച്ച് പഴയ ഗ്ലൂവാൾ സ്കിന്നൊക്കെ ഉണ്ട്. ഓക്കെ, ഈ ഒരു സ്കിന്നുണ്ട്. ഇതൊക്കെ പണ്ട് ഞാൻ കുറെ കൊതിച്ചിട്ടുള്ള സ്കിന്നുകളാണ്. ഓക്കെ, സോ ഈ സ്കിന്നുണ്ട്, അങ്ങനെ കുറച്ച് സ്കിന്നുകളുണ്ട്. പിന്നെ ഈ സ്കിന്നൊക്കെ ഭയങ്കര റയറായിരുന്നു കേട്ടോ പണ്ട്. പക്ഷെ ഇപ്പം ആർക്കാണോ വാങ്ങാൻ പറ്റുന്ന രീതിയിലാക്കി അപ്പം. പിന്നെ ഈ ഒരു സ്കിന്നുണ്ട്. ഇപ്പൊ ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഗിൽബിന്റെ ആയിരുന്നു അപ്പം. വേറെ സ്കിന്നും കാര്യങ്ങളൊന്നും
ഇല്ല. ഓക്കെ, ഇതിപ്പം ഇതാണ് ഈ അക്കൗണ്ടിന്റെ കളക്ഷനും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. ചെറിയൊരു അവറേജ് അക്കൗണ്ടാണ്. പക്ഷേ ഈ അക്കൗണ്ടിലാണ് ഇപ്പൊ ഞാൻ കാര്യങ്ങളൊക്കെ പക്ഷെ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അക്കൗണ്ടിന്റെ പ്രൊഫൈൽ ഞാൻ കാണിച്ചെങ്കിൽ ഇപ്പൊ അക്കൗണ്ടിന്റെ പ്രൊഫൈൽ തന്നെ 70 ലെവലുണ്ട്, 16,000 ലൈക്ക് ഉണ്ട്. ഓക്കെ, സോ ഇതാണ് എന്റെ അക്കൗണ്ട്, ഇതാണ് എന്റെ UID കേസ്. അപ്പം കളിക്കാനൊക്കെ താല്പര്യമുള്ള റിക്വസ്റ്റ് ഇടുക, ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ കുറെ പേര് റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് ഇൻസ്റ്റ മെസ്സേജ് അയച്ചിട്ട് കേസ്. അപ്പം ഇപ്പം ഈ സ്കോഡ് ഉണ്ടാക്കി എടുക്കാതെ നോക്കിയപ്പോൾ കുറെ പേര് മെസ്സേജ് അയക്കും കേസ്. ഒരു സ്കോഡ് ഉണ്ടാക്കുന്നതിന്റെ അധികം മെസ്സേജ് അയക്കും. അപ്പം സ്വന്തമായി ഗിൽഡൊന്നും തുടങ്ങാൻ എനിക്ക് ഇപ്പം ഇതില്ല, മൈൻഡ് ഇല്ല. അപ്പോൾ ഈ സ്കോഡിന് എനിക്ക് ആവശ്യമുള്ളൂ. അപ്പം ഞാനാണെങ്കിൽ ഇപ്പം വിചാരിക്കുന്നു എന്തെങ്കിലുമൊക്കെ ലൈവ് ചെയ്തിട്ട് അതിൽ നിന്നൊക്കെ എടുക്കാന്നൊക്കെ ഒരു ഇതിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഓക്കെ, സോ എന്തായാലും ഇതാണ് കേസിന്റെ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പൊ എന്റെ അക്കൗണ്ട് അല്ല, കൂട്ടാൻ്റെ അക്കൗണ്ട്. പക്ഷെ ഇപ്പൊ യൂസ് ചെയ്യുന്ന ഞാനാണ്, അവരും യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഗൈസ്, വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. 200 റോഡ് ടു 150 കഴിയണം, എന്നാലും 200 നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് ഗീസ്. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാം. അപ്പം ബൈ ബൈ ഗീസ്, ടാറ്റാ.